ഹാനുള്ള ഫൈറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഒരു ആപ്പൊക്കെ ഉണ്ടാക്കിയതാണല്ലോ. അങ്ങനെയിരിക്കെ ആ ഒരു ആപ്പിലെ ഒന്നാം സ്ഥാനത്ത് മറ്റുമൊക്കെ ഉണ്ടായിരുന്നത് മറ്റൊരു സ്കൂളിലെ കുട്ടികളൊക്കെ ആയിരുന്നു. അവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി അവരെ എല്ലാവരും ഒരുപാട് ഉപദ്രവിക്കുകയാണ് ഹാനോളും. നീ ഇവരെ ഇത്രയേറെ ഉപദ്രവിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ നല്ല ഫൈറ്റേഴ്സ് ഒക്കെ അല്ലേ, നമുക്ക് ഇവരെ യോൻബെക് ഗ്യാങ്ങിലേക്കൊക്കെ അങ്ങ് ചേർത്താൽ പോരായിരുന്നോ എന്നൊക്കെ മിൻഹോൻ ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഗ്യാങ്ങിലൊക്കെ എത്തിപ്പെടുകയാണെങ്കിൽ പിന്നീട് വലിയ വലിയ ഫൈറ്റ്സ് ഒക്കെ കൂടേണ്ടതായിട്ട് വരും. സോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് എന്ന രീതിക്കായിരുന്നു ഞാൻ ഇവരെ എല്ലാവരും ഇടിച്ചിട്ടുണ്ടായിരുന്നെന്ന രീതിക്കാണ് ഹാനുള്ള സംസാരിക്കുന്നത്. ഹാനൂളിന് അച്ഛനെ പോലെ ആകുവാനായിട്ട് ആയിരുന്നില്ല ആഗ്രഹം, മറിച്ച് അച്ഛന് മുകളിൽ ചവിട്ടിയിട്ട് മുന്നോട്ട് മുന്നേറുവാനായിട്ടായിരുന്നു അവനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും പരസ്പരം ഒന്ന് പരിചയപ്പെട്ടാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സെക്യൂണും കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും പരിചയപ്പെടുവാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും മാനിൽ സ്കൂളിലെ കുട്ടികളും ഇവരുടെ അടുത്ത് ഒട്ടും തന്നെ താല്പര്യം ഇല്ലാതേക്ക് ഇരിക്കുകയാണ്. അത് കൂടാതെ അവരുടെ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലീഡറും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. ഞങ്ങൾ വലിയ ഫേമസ് ആയിട്ടുള്ള സ്കൂളിലെ കുട്ടികളൊന്നും അല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പഠിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു എന്നൊക്കെ സെഹ്യൂൺ പറയുമ്പോഴത്തേക്കുമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് യാതൊരു വിധത്തിലുള്ള ദേഷ്യവുമില്ല, മറിച്ച് ഞങ്ങൾ ബുള്ളി ചെയ്യപ്പെടുകയാണെന്നുള്ള ഒരു കാര്യമൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. മാത്രമല്ല കുറച്ച് അകലെ ഉണ്ടായിരുന്ന ഒരു സ്കൂൾ കൂടി അവനും ചൂണ്ടിക്കാണിക്കുന്നു. മാനിൽ സ്കൂളിലെ സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് മിൻ. ആ ഒരു കുട്ടീനെ ആയിരുന്നു ബുള്ളീസ് ചേർന്ന് ആക്രമിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. മിന്നിന്റെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന കാർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് 3 മില്യൺ തുകയുടെയൊക്കെ സാധനങ്ങളൊക്കെ ഈ കുട്ടികൾ മേടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം തുകയൊക്കെ എടുത്തതുകൊണ്ട് തന്നെ പിന്നീട് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കാത്ത രീതിക്കൊക്കെ അമ്മയും മാറ്റിയിരിക്കുകയാണ്. സോ മിനിനോട് വീണ്ടും അത് ശരിയാക്കി കൊടുക്കുവാനായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് അവരും അവനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. ഞങ്ങളുടെ സ്കൂൾ നടത്തുന്ന അതേ ആൾക്കാർ തന്നെയാണ് ആ ഒരു സ്കൂളും നടത്തുന്നത്. ഇവരുടെ ശല്യം സഹിക്കുവാൻ സാധിക്കാതെ ഒരു കുട്ടി കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കുട്ടിയുടെ അച്ഛനെ രാത്രി അവർ ആക്രമിച്ചു. അങ്ങനെയിരിക്കെ ആ ഒരു ആക്രമിച്ച കുട്ടികളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ കുട്ടിയുടെ അച്ഛന് ഇതുവരെയായിട്ടും ബോധമൊന്നും വന്നിട്ടില്ല. മാത്രമല്ല ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായത് കൊണ്ട് തന്നെ മറ്റു കുട്ടികൾക്ക് അവർക്കെതിരായിട്ടൊരു കംപ്ലൈന്റ് കൊടുക്കുവാൻ പോലും പേടിയാണെന്നൊക്കെ അവനും പറയുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ആ ഒരു സ്കൂളിന്റെ പേര് മാനിക് സ്കൂൾ എന്നാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ കുട്ടികളും അറിയുന്നത്. ഗാമിനും മാനിക് സ്കൂളിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ കുട്ടികൾ അലമ്പായതുകൊണ്ട് തന്നെ ഭിത്തിയിലൊക്കെ ഒരുപാട് ചിത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ചിത്രമൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ ആയിരിക്കുമെന്നൊക്കെ ഗാമിനും വിചാരിക്കുന്നു. ഗാമിന് അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുമുണ്ട്. നടന്നു വരുന്ന വഴിക്ക് സ്റ്റെപ്പിൽ കുറച്ച് ബ്ലഡ് ഒക്കെ കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും മൂക്കിൽ നിന്നും ചോരയൊക്കെ വരുന്നോടം വരെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നൊക്കെയാണ് അവൻ വിചാരിക്കുന്നത്. ഗാമനും ഈ വഴക്കൊക്കെ ഉണ്ടാക്കുന്ന പിള്ളേരുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് നേരെ ചെന്നിട്ട് ഈ സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ എവിടെയാണെന്നൊക്കെ ചോദിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഗാമന് വന്നിട്ടുള്ള സ്കൂളിന്റെ പേരൊക്കെ പറയുമ്പോഴത്തേക്കും ഈ കുട്ടികൾ വിചാരിക്കുന്നത് മറ്റൊന്നാണ്. അതായത് ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന ആപ്പൊക്കെ ഉണ്ടല്ലോ അതിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സ്കൂളാണ് ഇവരുടെ സ്കൂള്. സോ ആ ഒരു സ്കൂളുമായിട്ട് ടൈപ്പ് ഒക്കെ ആയിട്ട് മൊത്തം നാടിനെയൊക്കെ വിറപ്പിക്കുവാനായിട്ടുള്ള ഒരു പ്ലാനൊക്കെ അവരുടെ ടീമിലെ ലീഡറിന് ഉണ്ടാക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവരും ഇരിക്കുന്നത്. ഒരാള് ഫയർ എക്സ്റ്റിങ്യൂഷർ ഒക്കെ വെച്ചിട്ട് ഗാമിനെ ഇടിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും ഗാമനും അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യുന്നു. നേരത്തെ കുട്ടികൾ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്ന മിന്നിന്റെ കണ്ണാടിയൊക്കെ ഗാമനും കിട്ടുകയാണ്. നന്നായി പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും അവരുടെ കണ്ണടകൾ ഇങ്ങനെ വലിച്ചെറിയാറില്ല എന്നൊക്കെ ഗാമനും പറയുന്നു. മിന്നും കാടിന്റെ കാര്യമൊക്കെ ശരിയാക്കുവാനായിട്ട് അവനെ കോൾ ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് മിന്നിന്റെ റൂമിൽ ഉണ്ടായിരുന്ന ആളും വെളിയിൽ അടി നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാര് ഏതോ ഒരാളെ തല്ലിക്ക് ആയിരിക്കുമെന്നൊക്കെയാണ് ആ കുട്ടി വിചാരിക്കുന്നത്. പക്ഷെ അവനും വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കുമാണ് അവന്റെ ടീമിലുള്ളവർ തന്നെ ആയിരുന്നു തലൊക്കെ കൊണ്ട് കിടന്നിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ അവനും മനസ്സിലാക്കുന്നത്. മിന്നിനും ഇപ്പോഴാണ് അമ്മനെ കോൾ ചെയ്തിട്ടൊക്കെ കിട്ടുന്നത്. നിങ്ങളുടെ മകനെ ജീവനോടെ കാണണമെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും വേഗം കാർഡൊക്കെ ശരിയാക്കി തരുവാനായിട്ടൊക്കെ പറഞ്ഞ് അമ്മയുടെ അടുത്തും അവൻ ഒരുപാട് ദേഷ്യപ്പെടുന്നു. പക്ഷെ ആ കുട്ടികളൊക്കെ ഇടിച്ചിട്ടിട്ട് ഗാമൻ അവന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കും അമ്മയോട് സോറി ഒക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കോളും കട്ട് ചെയ്യുകയാണ് മിന്നും. ഈ ഒരു സമയത്തായിരുന്നു ഗാമനും അവന് കണ്ണാടിയൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് ടീമും ഗാമിനെ കോൾ ചെയ്യുകയാണ്. നീ ഇപ്പോൾ ഉള്ളത് മാനക് സ്കൂളിലാണോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോഴത്തേക്കും അതേന്ന മറുപടിയൊക്കെ ഗാമിനും കൊടുക്കുന്നു. ആ ഒരു സ്കൂളിൽ മിന്നുന്ന ഒരു കുട്ടിയൊക്കെ ഉണ്ട്. അത് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലുള്ള കുട്ടിയാണെന്നും അവനെ വിളിച്ചുകൊണ്ട് വരണമെന്നൊക്കെ കുട്ടികൾ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ കൺമുമ്പിലുള്ള കുട്ടി തന്നെയാണ് മിന്നെന്നൊക്കെ ഗാമിനും ഉറപ്പിക്കുന്നു. പക്ഷെ മെയിനായിട്ടുള്ള ആ ഒരു മാനിക് സ്കൂളിലെ ലീഡർ ഇപ്പോഴായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഗാമിനെ കാണുമ്പോഴത്തേക്കും ഗാമിനാണ് ആ കുട്ടികളെ എല്ലാം തന്നെ തല്ലി തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ അവനും മനസ്സിലാക്കുകയാണ്. സോ അവനും ഗാമനുമായിട്ടൊരു ഫൈറ്റ് ഒക്കെ നടക്കുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് ടീമും ഫോൺ വഴി കേൾക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ശരിക്കും മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ് ഉള്ളത്. അങ്ങനെ ഇരിക്കെ നിങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള ഗാമിൻ അപകടത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്നൊക്കെ മനൽ സ്കൂളിലെ ഒരു കുട്ടിയൊക്കെ പറയുമ്പോഴത്തേക്കും നിനക്ക് തെറ്റിപ്പോയി,
ഗാമിനല്ല, മറിച്ച് മാനിക് സ്കൂളിലെ കുട്ടികളാണ് ഇപ്പോൾ അപകടത്തിലുള്ളതെന്നൊക്കെ ആയിരുന്നു ജൂണും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് സത്യമായിട്ട് തന്നെ നടക്കുന്നു. ആ ഒരു ടീമിലെ ലീഡറിനെ തന്നെ കാമുനെ തല്ലി തോൽപ്പിച്ചതിന് ശേഷം നീ ഗുണ്ടയാകുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നീ തല്ലുകൂടേണ്ടത് മറ്റുള്ള ഗുണ്ടകളുമായിട്ടാണ്, അതല്ലാതെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുമായിട്ടില്ല എന്നൊക്കെ ഗമൻ പറഞ്ഞതിന് ശേഷം ഗാമിനും മിന്നിനെ കൂട്ടുകൊണ്ടൊക്കെ പഠിക്കുവാനായിട്ടും പോകുന്നു. സാറും എല്ലാ കുട്ടികൾക്കും ഒന്നിച്ച് ക്ലാസ്സൊക്കെ എടുക്കുകയും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്തിരുന്ന് പഠിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കുട്ടികൾക്കും പോകാറായിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ മിന്നും കാമിനെ വിളിച്ചു മാറ്റി നിർത്തിയതിനു ശേഷം മിൻ കണ്ണാടിയൊക്കെ വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. നിനക്കെന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ മിൻ ചോദിക്കുമ്പോഴത്തേക്കുമായിരുന്നു നേരത്തെ ഗാമിനെ സ്റ്റഡി ഗ്രൂപ്പിനൊക്കെ ചേർക്കാതിരുന്നിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു അതേന്ന കാലമൊക്കെ ഗാമനും മനസ്സിലാക്കുന്നത്. പണ്ട് നിന്നെ ഞാൻ കൂടെ കൂട്ടിയിരുന്നില്ല. നിന്നെ ഒരുപാട് കളിയാക്കിയിട്ടുമുണ്ട്. നീ അതിന് എന്നോട് ക്ഷമിക്കണം. അന്ന് എനിക്ക് ഒരുപാട് മാർക്കൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ അതിന്റെ ഒരു അഹങ്കാരമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കുമാണ് എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് എന്ന കാര്യം ഞാനും മനസ്സിലാക്കിയത്. നീയും എന്നോട് ക്ഷമിക്കുകയില്ല എന്നൊക്കെ മിൻ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരിക്കൽ പോലും നിന്റെ അടുത്ത് ദേഷ്യം തോന്നിയിട്ടില്ല. മറിച്ച് എനിക്ക് അസൂയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ എനിക്ക് പഠിക്കുവാനായിട്ട് ഫ്രണ്ട്സിനെ കിട്ടി. സോ ഞാനും ഒരുപാട് ഹാപ്പിയാണ്. അതൊക്കെ പോട്ടെ, നീ എങ്ങനെയാണ് എന്നെ ഓർത്തിരിക്കുന്നതെന്നൊക്കെ ഗമൻ ചോദിക്കുമ്പോൾ സെമസ്റ്റർ ഒക്കെ തുടങ്ങുന്ന സമയത്ത് നിനക്ക് ഒന്നാം റാങ്ക് ഒക്കെ മേടിക്കണമെന്നായിരുന്നു നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ റിസൾട്ട് ഒക്കെ വരുമ്പോഴത്തേക്കും നീ ഏറ്റവും പിന്നിലായി പോകും. നീ എപ്പോഴും പഠിച്ചുകൊണ്ടൊക്കെയാണ് ഇരിക്കാറുള്ളത്. അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെ മറക്കാനാണ്? പിന്നെ നിന്റെ ലക്ഷ്യബോധമൊക്കെ ഉണ്ടല്ലോ, അത് വളരെ നല്ലതാണ്. അത് വെച്ച് നീ നന്നായി തന്നെ ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് നിന്റെ സ്കൂളിലെ എന്നല്ല, ഈ ഒരു രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച നമ്പർ 1 ആയിട്ടുള്ള സ്റ്റുഡന്റ് ഒക്കെ ആയി മാറുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യുകയായിരുന്നു മിന്നു. ഇനി നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു മുറിയൊക്കെ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. പക്ഷെ മുറി ആകെ അലങ്കോലമായിട്ടൊക്കെ ആയിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഗാമിന് ആ മുറി അങ്ങനെ കിടന്നിട്ട് പോലും അതൊക്കെ ഇഷ്ടപ്പെടുകയാണ്. സോ ഹീവോണും ആ ഒരു മുറി എല്ലാം തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നു. ഇപ്പോൾ കുട്ടികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ക്ലീനിങ്ങും മറ്റുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. നിന്നെ പോലുള്ള ഒരാള് ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എന്നൊക്കെ വെച്ചിട്ട് അതുപോലത്തെ ഒരു സ്കൂളിലൊക്കെ പോകേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ എന്നൊക്കെ സാറ് ലീയുടെ അടുത്തൊക്കെ ചോദിച്ച സമയത്ത് എനിക്ക് അവിടെ ചെയ്തു തീർക്കുവാനായിട്ടൊരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ലീയും പറഞ്ഞത്. ഇപ്പോൾ ലീയും ടീച്ചേഴ്സ് റൂമിലേക്കൊക്കെ കയറി പോകുന്നത് ജൂണും കാണുന്നു. ഹാനോളിനെതിരായിട്ട് ഒരു ഡിസിപ്ലിനറി കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ നടത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീയും എന്റെ കൂടെ നിൽക്കാമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്കൂൾ തന്നെ മാറ്റുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലീ നിൽക്കുമ്പോഴത്തേക്കും ലീ കാണുവാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്ന ടീച്ചറും നീ ഇതുവരെയായിട്ടും ഒരു കാര്യം പോലും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയിരിക്കെ നിനക്ക് ഈ സ്കൂളൊക്കെ മാറ്റുവാനായിട്ട് സാധിക്കുമെന്നൊരു തോന്നലൊക്കെ എനിക്ക് അതും ഉണ്ടാവട്ടെ. അതിനു വേണ്ടിയിട്ട് ഞാൻ നിനക്കൊരു ടാസ്ക് ഒക്കെ തരികയാണ്. അത് നീ നന്നായി ചെയ്യുകയാണെങ്കിൽ ഞാനും ഈ ഒരു ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ അയാളും പറയുന്നു. കിം എന്നൊരു കുട്ടിക്ക് സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ നടക്കുന്ന ആ ഒരു റൂമിലേക്കൊക്കെ സിഗരറ്റ് വലിച്ചുകൊണ്ടൊക്കെ വരുന്നു. അവനും സ്ഥിരമായിട്ട് സ്മോക്ക് ചെയ്യാറുള്ള ഏരിയ ആയിരുന്നു ഇത് എന്നൊക്കെയാണ് പറയുന്നത്. 10th ഗ്രേഡിൽ നമ്പർ 1 മാർക്കൊക്കെ ഉള്ള കുട്ടിയാണ് ഇത്. അങ്ങനെയിരിക്കെ നിങ്ങൾക്കാർക്കും പഠിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള കഴിവുമില്ല എന്നും ഈ സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയത് വലിയ മണ്ടത്തരമായി പോയെന്നൊക്കെയാണ് കുട്ടികളുടെ അടുത്ത് പറയുന്നത്. അതുകൂടാതെ നിനക്ക് പണമൊക്കെ ഇല്ലാത്തത് കൊണ്ട് ഈ 4 കുട്ടികളെയൊക്കെ പഠിപ്പിക്കുവാനായിട്ടാണ് നീ ഇറങ്ങിയത്. അതുവഴി നീ പണമൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ സെഹ്യൂന്റെ അടുത്തും അവന് ചോദിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് ലീയും ആ ഒരു റൂമിലേക്കൊക്കെ കടന്നു വരുമ്പോഴത്തേക്കും അവനും പോകുന്നു. പക്ഷേ ഗാമിന് അവന്റെ അടുത്ത് ഒരുപാട് ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിഡ് ടേം എക്സാമിന് അവനെ ഞാൻ തോൽപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ഗാമിനും. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.